എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ LP പ്രോബ്ലംസിലെ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഇൻഫീസിബിൾ ആകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ സൊല്യൂഷന്റെ മറ്റൊരു സ്പെഷ്യൽ കേസ് നോക്കാം. മാക്സിമൈസേഷൻ LPP തന്നെയാണ്, മാത്രമല്ല രണ്ട് കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് രണ്ട് കൺസ്ട്രെയിൻസിലേക്കും ഓരോ സ്ലാക്ക് വേരിയബിളിനെ ആഡ് ചെയ്യുക, എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്ത് എഴുതുക. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ΔJ വാല്യൂസിൽ നെഗറ്റീവ് വന്നിട്ടുള്ളതുകൊണ്ട് ഒപ്റ്റിമായിട്ടില്ലല്ലോ. -2 ആണ് ഹയസ്റ്റ് നെഗറ്റീവ്. സോ X ആണ് ഇൻകമിംഗ്. ഇനി XB കോളത്തിനെ X കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് റീപ്ലേസ്മെന്റ് റേഷ്യോ കോളം തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ S2 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാവുന്നു. കീ എലമെന്റ് 2. B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ റോയിനെ കീ എലമെന്റ് ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള 1നെ 0 ആക്കാൻ ഫസ്റ്റ് റോയിൽ നിന്നും കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് ടേബിളിലെ സെക്കൻഡ് റോ സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. ആദ്യം 2 - 3/2 ചെയ്യുമ്പോൾ ആൻസർ 1/2. നെക്സ്റ്റ് വാല്യൂ 0 കിട്ടുന്നു. നെക്സ്റ്റ് -1ൽ നിന്ന് -1/2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1 + 1/2 ആകുന്നു. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ -1/2 കിട്ടുന്നു. നെക്സ്റ്റ് വാല്യൂ 1 കിട്ടുന്നു. ആൻഡ് ലാസ്റ്റ് 0 - 1/2 ചെയ്യുമ്പോൾ -1/2 കിട്ടുന്നു. അങ്ങനെ സെക്കൻഡ് ടേബിൾ കംപ്ലീറ്റ് ആയി. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുക. ഇവിടെയും ഒപ്റ്റിമോ ആയിട്ടില്ല. ഇത്തവണ Y ആണ് ഇൻകമിംഗ്. നെക്സ്റ്റ് XB കോളത്തിനെ Y കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ തീറ്റയിലെ എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയി കിട്ടുന്നു. അതായത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മിനിമം റേഷ്യോ നമുക്കിവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ഗോയിങ് വെക്റ്റർ അഥവാ ഔട്ട് ഗോയിങ് വേരിയബിളിനെ കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തീറ്റ കോളത്തിലെ എല്ലാ വാല്യൂസും നെഗറ്റീവായി കിട്ടാൻ കാരണം? XB കോളം സൊല്യൂഷൻ കോളം ആയതുകൊണ്ട് അതിലെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ XBയെ ഡിവൈഡ് ചെയ്യുന്ന കോളം, അതായത് കീ കോളം എലമെന്റ്സ് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലല്ലേ തീറ്റ കോളത്തിലെ എലമെന്റ്സ് എല്ലാം നെഗറ്റീവ് ആയി കിട്ടത്തുള്ളൂ. ഇവിടെ XBയെ ഡിവൈഡ് ചെയ്ത കീ കോളം Yയിലെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് തീറ്റ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയതും ഔട്ട് ഗോയിങ് വേരിയബിളിനെ ഡിസൈഡ് ചെയ്യാൻ കഴിയാതെ വന്നതും. ഇൻകമിംഗ് കോളം അല്ലെങ്കിൽ കീ കോളം വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആകുമ്പോൾ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കീ കോളം വാല്യൂസ് എല്ലാം 0 ആണെങ്കിലും കീ കോളം വാല്യൂസിലെ സീറോസും നെഗറ്റീവ് വാല്യൂസും മാത്രം വരികയോ ചെയ്താൽ പോലും ഇതേ സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അതായത് കീ കോളം വാല്യൂസിൽ 0യോ നെഗറ്റീവ് വാല്യൂസോ മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ ഈ കീ കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തീറ്റ വാല്യൂസ് എല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് മാത്രമാണ് കിട്ടുന്നത്. സോ ഒരു നോൺ നെഗറ്റീവ് മിനിമം റേഷ്യോ കിട്ടില്ല എന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ കീ കോളം വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ഔട്ട് ഗോയിങ് വേരിയബിളിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെ ഔട്ട് ഗോയിങ് വേരിയബിളിനെ കണ്ടുപിടിക്കാൻ കഴിയാതെ സിംപ്ലക്സ് ടേബിൾ ഒപ്റ്റിമം ആകാതെ വരുമ്പോൾ കൃത്യമായ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയാതെ വരുന്നു. ഈ സാഹചര്യത്തിൽ സൊല്യൂഷനെ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റി ആക്കുന്ന സൊല്യൂഷൻ ആണ്. അതായത് കൺസ്ട്രെയിൻസിനെ വയലേറ്റ് ചെയ്യാതെ സൊല്യൂഷനെ എത്ര ലാർജ് വാല്യൂ ആയി നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ ആയാലും അവിടെ എല്ലാം കൺസ്ട്രെയിൻസ് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഈ ഡിസിഷൻ വേരിയബിൾസിന്റെ ഇൻഫിനിറ്റി ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആൻസർ കിട്ടുകയും ചെയ്യുന്നു. അൺബൗണ്ടഡ് സൊല്യൂഷൻ കിട്ടുന്ന സിറ്റുവേഷൻ ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും റിയൽ സിറ്റുവേഷനിൽ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇൻഫിനിറ്റ് പ്രോഫിറ്റ് ലഭിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നഷ്ടമുണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അൺബൗണ്ടഡ് സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റീപ്ലേസ്മെന്റ് റേഷ്യോ ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് റേഷ്യോ ഇൻഫിനിറ്റി ഓർ നെഗറ്റീവ് വാല്യൂസ് ആകുമ്പോഴാണ് സൊല്യൂഷൻ അൺബൗണ്ടഡ് എന്ന് വിളിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ഒരു ഔട്ട് ഗോയിങ് വേരിയബിളിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നു. ഈ റീപ്ലേസ്മെന്റ് റേഷ്യോ തീറ്റ കോളത്തിലെ വാല്യൂസ് ഇൻഫിനിറ്റി ഓർ നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? പിവറ്റ് കോളം
അല്ലെങ്കിൽ ഇൻകമിംഗ് കോളത്തിലെ വാല്യൂസ് എല്ലാം ഒന്നില്ലെങ്കിൽ നെഗറ്റീവോ അല്ലെങ്കിൽ സീറോസോ ആകുമ്പോഴാണ്. അൺബൗണ്ടഡ് സൊല്യൂഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻഡ് ആകുമ്പോൾ മാത്രമല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. വീഡിയോ പോസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുക. ഇവിടെയും സൊല്യൂഷൻ അൺബൗണ്ടഡ് ആയിട്ടാണ് കിട്ടുന്നത്. അൺബൗണ്ടഡ് സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക്